അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയപ്പെട്ട കൂട്ടുകാരെ, നമ്മുടെ ഒരു മുസ്ലിം സഹോദരിയുടെ ക്ലിപ്പ് പ്ലേ ചെയ്തുകൊണ്ട് ആ ക്ലിപ്പിലുള്ള അപ്രോച്ചിന്റെ പ്രശ്നങ്ങളെക്കുറിച്ച്, അതിന്റെ അപകടങ്ങളെക്കുറിച്ച്, അതിന്റെ ലോജിക്കൽ കോൺസിക്വൻസസിനെ കുറിച്ച് നമ്മൾ പറയാൻ ശ്രമിച്ചിരുന്നു. നമ്മൾ വിമർശന വിധേയമാക്കിയത് ആ ക്ലിപ്പിലുള്ള അപ്രോച്ചിനെയാണ്, അവരുടെ വ്യക്തിത്വത്തെയോ അല്ലെങ്കിൽ അവരുടെ ഇഖ്ലാസിനെയോ അല്ല. നമ്മുടെ വിഷയത്തിലേക്ക് വരാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറഞ്ഞു, ഇന്നൽ ഉലമാ വറസത്തുൽ അംബിയ, തീർച്ചയായും പണ്ഡിതരാണ് നബിമാരുടെ അനന്തരാവകാശികൾ. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തുടർന്ന് പറയുകയാണ്, ദിർഹമും ദീനാറും, അതായത് പണവും സമ്പത്തും ഒന്നുമല്ല അമ്പിയാക്കളിൽ നിന്ന് അനന്തരമായിട്ട് ഈ പണ്ഡിതർക്ക് ലഭിക്കുന്നത്, മറിച്ച് ഇൽമാണ്, അറിവാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ രണ്ട് ഓപ്ഷൻസ് ആണ് നമ്മുടെ മുമ്പിലുള്ളത്, രണ്ട് അപ്രോച്ചസ് ആണ് എന്നുള്ളത്. ഒന്ന് നമ്മുടെ സഹോദരിയുടെ അപ്രോച്ച്, ഒന്ന് പാരമ്പര്യ ഇസ്ലാമിന്റെ അപ്രോച്ച്. നമ്മുടെ സഹോദരിയുടെ അപ്രോച്ച് എടുക്കുകയാണെങ്കിലുള്ള ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഈ സഹോദരിയോ ഞാനോ ഈ വീഡിയോ കാണുന്ന നിങ്ങളോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്ത് നിന്ന് ഡയറക്റ്റ് ദീൻ ലഭിച്ചവരല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ കണ്ടിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിന്ന് നമുക്ക് ദീൻ എങ്ങനെയാണ് പിന്നെ ലഭിച്ചത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ട സ്വഹാബത്ത്, അവിടുന്ന് താബിഈങ്ങൾ, തബഉ താബിഈങ്ങൾ, അങ്ങനെ ജനറേഷൻ ബൈ ജനറേഷൻ അങ്ങനെയാണ് നമുക്ക് ഈ ദീൻ കൈമാറി കിട്ടിയത്. വാട്ട് ഈസ് ബീങ് ഹാൻഡഡ് ഡൗൺ എന്നുള്ളതിനാണ് ട്രഡീഷൻ എന്ന് പറയുന്നത്. ആ ഒരു ട്രഡീഷനാണ് നമുക്കുള്ളത്. അത് നമ്മുടെ സഹോദരിയുടെ അപ്രോച്ച് അനുസരിച്ച് ചിന്തിക്കുകയാണെങ്കിൽ, മൗലിദ് ആഘോഷം തുടങ്ങിയതിന് ശേഷം വന്നിട്ടുള്ള വലിയ പണ്ഡിതരെല്ലാം മുബ്തദികളും, ഇത് അപ്രൂവ് ചെയ്തവരൊക്കെ മുബ്തദികളാകുന്ന സമയത്ത് മുബ്തദികളാണ് ഈ ദീന് പ്രിസർവ് ചെയ്ത് നമുക്ക് കൈമാറി തന്നതെന്ന് പറയുമ്പോൾ, ഒരു സാക്രഡ് അമാന, ഒരു സാക്രഡ് ട്രസ്റ്റ് ആയിട്ടുള്ള ഈ ദീനിനെ തന്നെ നമ്മൾ സംശയിക്കേണ്ടി വരും. കാരണം പറയുന്നതിന് മുമ്പ് എനിക്കല്പം പറയേണ്ടത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഈ സഹോദരൻ്റെ വീഡിയോകൾ മൂന്നാമത്തെ പാർട്ട്, അവസാന ഫൈനൽ പാർട്ടാണ്. ഇദ്ദേഹം ഈ വീഡിയോയ്ക്ക് കൊടുത്തിട്ടുള്ള ഫൈനൽ പാർട്ട് എന്നുള്ളതാണ്. 2 വീഡിയോകൾ നമ്മൾ ഇതിനകം ചെയ്തു കഴിഞ്ഞു. ഒരേ വിഷയം തന്നെയാണ്. ഒരു സഹോദരി അവർ മനസ്സിലാക്കിയ ദീന് അത് വളരെ വ്യക്തമായിക്കൊണ്ട് സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിച്ചു, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലൂടെ ആളുകളിലേക്ക് എത്തിച്ചപ്പോൾ അത് കണ്ട് വിരളിമൂത്ത ചില ആളുകൾ അവർ അതിനെ എതിരായിക്കൊണ്ട് ചില ജൽപ്പനങ്ങളുമായി ഇറങ്ങിയ കാര്യങ്ങളാണ് ഈ 2 വീഡിയോയിലും പറഞ്ഞത്. അദ്ദേഹം ഇതിലും അത് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സഹോദരിയുടെ ഫോട്ടോ കാണിച്ചുകൊണ്ട് തന്നെയാണ് തുടങ്ങിയതും. ഇവിടെ പറയുന്നത്, പ്രവാചകന്മാരുടെ, അമ്പിയാക്കളുടെ അനന്തരാവകാശികളാണ് പണ്ഡിതന്മാർ എന്ന് പറയുമ്പോൾ ആലിമീങ്ങൾ, സംശയമല്ല. ആ ആലിമീങ്ങൾ എന്താണ് റസൂലുള്ളാന്റെ അനന്തരമായിട്ട് ഈ ആളുകൾക്ക് കൊടുക്കാം? മുടിയാണോ, പൊടിയാണോ, ചട്ടിയാണോ? ചോദിച്ചു നോക്കണം. ഈ പറയപ്പെട്ട പണ്ഡിതന്മാര് കോടീശ്വരന്മാരായിക്കൊണ്ട് ലക്ഷറി ജീവിതം നയിക്കുമ്പോൾ, അവർ ലക്ഷറി ജീവിതം നയിക്കുന്നതിന് നമുക്ക് വിരോധമൊന്നുമില്ല, നയിച്ചോട്ടെ. പക്ഷെ പ്രവാചകന്റെ അനന്തരം എടുത്തും കൊണ്ട് നടക്കുകയാണെന്ന് അമ്മാരി പൊന്നാരം, ആശ്ചര്യം, ഞങ്ങളവിടെ അങ്ങനെ പറയും. അതൊന്നും പറയേണ്ടതില്ല സഹോദര. ഇവിടെ 8 ലക്ഷത്തി ചില്ലാനം രൂപ ഇൻഷുറൻസും ടാക്സും അടക്കുന്ന, അല്ലേ, റോൾസ് റോയ്സും അതുപോലെയുള്ള സാധനങ്ങളൊക്കെ ആയിട്ട് നടക്കുന്ന ആളുകൾ 3 നേരം ഭക്ഷണം കഴിക്കാനില്ലാതെ പട്ടിണി കിടന്നിരുന്ന പ്രവാചകന്റെ അനന്തരമാണ് അവരുടെ അടുത്തുള്ളതെന്ന് പറയുമ്പോൾ പുച്ഛം തോന്നുന്നുണ്ട്. കൂടുതൽ പറഞ്ഞു പോകുന്നില്ല, ഇത് കേൾക്കുന്ന ആളുകൾക്ക് മനസ്സിലാക്കാവുന്നതാണ്. അദ്ദേഹം ഇവിടെ പറയുന്നത്, ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ഈ പണ്ഡിതന്മാരൊക്കെ മൗലൂദ് എല്ലുണ്ട്, അപ്പം നമുക്കും ചൊല്ലിക്കൂടെ മൗലായ എന്നുള്ള ആ ഒരു കാര്യം തന്നെയാണ്. 2 വീഡിയോയിലൂടെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഒരു ആള് എന്തെങ്കിലും വന്നിട്ട് എന്തെങ്കിലും എടുത്തിട്ട് ചെയ്തോളാൻ പറയണതല്ല ദീന് അനന്തരമായിട്ട് വരുമ്പോൾ അത് ഇസ്നാദുകളിലൂടെയാണ് വരുന്നത്. ആ പണ്ഡിതന്റെ അഭിപ്രായത്തിന് ഒരു വാല്യൂ ഇല്ല, ഒരു വിലയുമില്ല. ഇവിടെ ഒരു മുസൽമാൻ പഠിക്കുന്നത് പരിശുദ്ധ ഖുർആനും സ്വഹീഹായ ഹദീസുമാണ്. ആ ഖുർആനും സ്വഹീഹായ ഹദീസും എന്താണ് ഇസ്ലാം എന്നും എന്താണ് മുസ്ലിം എന്നും പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ആ മുസൽമാന്റെ ഡിഗ്നിറ്റിക്ക് കോട്ടം വരുത്തുന്ന തരത്തിലുള്ള പിഴച്ച ചിന്താഗതികളും പിഴച്ച വിശ്വാസങ്ങളും പിഴച്ച വിശ്വാസ പ്രമാണങ്ങളുമായിട്ടാണ് ഇതുപോലെയുള്ള ആളുകൾ വരുന്നത്. എന്നിട്ട് അവർ പറയുന്നത് എന്താണെന്നറിയോ? നമ്മളെ മുന്നേ പോയ പാട്ടാളി അങ്ങനെ ചെയ്തിട്ടുണ്ടെന്ന് നമുക്കും അങ്ങനെ ചെയ്യാന്ന്. അവരെന്തേലും പിഴച്ച എന്തെങ്കിലും ചെയ്ത് കുണിച്ചെങ്കിൽ അത് നമ്മൾ ഏറ്റിക്കൊണ്ട് കിടക്കണോ? ഇനി ഒരു കാര്യം കൂടി സഹോദരന്മാരെ പറഞ്ഞുതരാം. ഈ സഹോദരൻ ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ, കാണുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. പ്രവാചകരെ, നിങ്ങളിൽ ശിർക്ക് സംഭവിച്ചാൽ നിങ്ങളുടെ അമലുകളും പൊളിഞ്ഞു പോകും. ഇത് അല്ലാഹ് പറഞ്ഞതാണ് ഖുർആനില്, ഇല്ലേ? കണ്ടിട്ടില്ലേ ആയത്ത്? ഇല്ലെങ്കിൽ പരിശുദ്ധ ഖുർആൻ എടുത്തു നോക്കുക, അതിലുണ്ട്. പ്രവാചകരെ, നിങ്ങൾ ശിർക്ക് ചെയ്താലും നിങ്ങളുടെ അമലുകളും പൊളിഞ്ഞു പോകും എന്ന് അല്ലാഹ് പറഞ്ഞിട്ടുണ്ട്. അപ്പം എന്താ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്?
ഇവിടെ ആര് തെറ്റിയതാലും എത്ര വലിയ സുജായി ആയിട്ടും കാര്യമില്ല, എത്ര വലിയ ഇനിയിപ്പോൾ അതായിട്ടും കാര്യമില്ല. തെറ്റ് ചെയ്താൽ തെറ്റ് തന്നെ. എന്തായാലും അദ്ദേഹം കുറച്ചുകൂടി പറയുന്നുണ്ട്, നമുക്കൊന്ന് കേൾക്കാം. കാരണം പിഴച്ച ആളുകളാണ്, വിശ്വാസയോഗ്യരായിട്ടുള്ള ആളുകളല്ല നമുക്കിത് കൈമാറി തന്നത്. ഇതാണ് അവരുടെ ഒരു പ്രശ്നം. ഈ ദീനിനെ തന്നെ നമ്മൾ സംശയിക്കേണ്ടത്, നമ്മുടെ അടിസ്ഥാനം, നമ്മുടെ തറ പൊളിക്കുന്ന, നമ്മുടെ കടക്കൽ കത്തിവെക്കുന്ന ഒരു രീതി. രണ്ടാമത്തെ ഓപ്ഷൻ, രണ്ടാമത്തെ അപ്രോച്ച്, പാരമ്പര്യ ഇസ്ലാമിന്റെ അപ്രോച്ച്, ഉലമാക്കൾ നബിമാരുടെ അടുക്കൽ നിന്ന് ഇൽമു അനന്തരമായി ലഭിച്ചവരാണ് എന്നുള്ള ഒരു അപ്രോച്ച് അതിനെ സ്വീകരിക്കുകയാണെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു തആല ഈ ദീന് പരിഭാവനമായി നിലനിർത്തിയിട്ടുണ്ട് എന്ന് വിശ്വസിക്കുകയും പണ്ഡിതരെല്ലാവരും, ഭൂരിഭാഗം പണ്ഡിതരും ഇങ്ങനെ ഒരു നിലപാട് എടുത്തിട്ടുണ്ടെങ്കിൽ ഈ വിഷയം ഒരു യെസ് ഓർ നോ അല്ല, ഇത് വളരെ സിമ്പിൾ അല്ല. ഈ കാര്യത്തിലേക്ക് നമ്മൾ കൂടുതൽ പഠനം, കൂടുതൽ സമയം ചെലവഴിക്കേണ്ടത് എന്ന് മനസ്സിലാക്കി ഒന്ന് ഇന്റലക്ച്വലി ഹമ്പിളായിട്ട് കാര്യങ്ങൾ പഠിച്ച് വിശകലനം ചെയ്ത് മനസ്സിലാക്കുക എന്നുള്ള ഒരു രണ്ടാമത്തെ ഓപ്ഷൻ, അതാണ് പാരമ്പര്യ ഓപ്ഷൻ. അപ്പം ഈ രണ്ട് ഓപ്ഷനും നമുക്ക് മുമ്പിലുണ്ട്. ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ട്. ഇതോടുകൂടി ഇൻഷാല്ല ഈ വീഡിയോക്കുള്ള നമ്മുടെ റെസ്പോൺസ്, ഈ സഹോദരിയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഈ വിഷയത്തിലുള്ള റെസ്പോൺസ് അവസാനിക്കുകയാണ്. ബാറക്കല്ലാഹു ഫീക്കും വൽ അഫു മിൻകും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ആയിക്കോട്ടെ, നിങ്ങൾ അവസാനിപ്പിച്ച, നമ്മളിത് എന്നോ തുടങ്ങിയിരിക്കണോ. നിങ്ങളിത് നിർത്താത്ത കാലത്തോളം നമ്മൾ അവസാനിപ്പിക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല. നിങ്ങൾക്കിത് ചിലപ്പോൾ 2 വീഡിയോയിൽ 3 മിനിറ്റ് 4 മിനിറ്റ് 2 മിനിറ്റ് പറഞ്ഞാൽ നിങ്ങൾക്കിത് അവസാനിപ്പിച്ചേ പറ്റൂ. കാരണം നിങ്ങൾക്ക് പറയാൻ കൂടുതലില്ല. ഇവിടെ ആണെങ്കിലോ പറയാനുണ്ട്. നിങ്ങൾ പറയുന്നത് എന്താണെന്നറിയോ, ദീനിൽ പുതിയതായിട്ട് കടത്തിക്കൂട്ടുന്ന ഒരു ബിദ്അത്ത് സംബന്ധമായിട്ടാണ് നിങ്ങൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പൊന്നു സഹോദര, നിങ്ങൾ ഏതോ ഒരു വിദേശ രാഷ്ട്രത്തിലാണ് എന്നുള്ളതാണ് ആ ഒരു നിങ്ങളുടെ ചുറ്റുപാടിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഓക്കെ, അങ്ങനെയെങ്കിൽ നിങ്ങൾ ജീവിക്കുന്ന ആ രാഷ്ട്രത്തിൽ, ഇപ്പോൾ വിദേശ രാഷ്ട്രം എന്ന് പറയുമ്പോൾ GCC രാഷ്ട്രങ്ങളിൽ എവിടെയാണെങ്കിലും, ഇവിടെ ബഹ്റൈനിലൊക്കെ ഉണ്ട് തോന്നുന്നു, ചെറിയ തരത്തിലൊക്കെ ഉണ്ട്. സൗദി അറേബ്യ, പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ ജന്മം കൊണ്ടതും വഫാത്തായതും ജീവിച്ചതും, സൗദി അറേബ്യക്ക് പുറത്ത് പോയിട്ടില്ലല്ലോ. അവിടെ എന്റേതില്ലാണ്ട് പോയത് അത് വഹാബികളായതുകൊണ്ടാണ്. എന്നാൽ തൊട്ടപ്പുറത്തുള്ള അതൊക്കെ വഹാബികളായതുകൊണ്ടാണ്. അപ്പോൾ റസൂലുള്ള ജനിച്ച് വളർന്ന് ദീൻ പ്രചരിപ്പിച്ച് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുത്ത് അവരൊക്കെ ദീൻ പ്രചരിപ്പിച്ച് ആ സ്ഥലത്ത് ഓലൊക്കെ വഹാബികളായി. ഇവിടെ അവിടുന്നും ഇവിടുന്നും എവിടുന്നൊക്കെ എന്നുള്ളത് അത് മനസ്സിലാക്കിക്കോളി. ഇവിടെ ഈ നാട്ടില് സഹാബാക്കൾ മൊത്തം വന്നിട്ട് പെറ്റുപെരുകിയതൊന്നുമല്ല. ഞാനും നിങ്ങളൊക്കെ ഇവിടെ ഉള്ള ആൾക്കാർ ഇതിലേക്ക് വന്നിട്ട് പിന്നെ അവിടുന്നും കുറച്ച് കൊടുന്നു, കിട്ടിയതും കുറച്ചെടുത്തു. പിന്നെ ഈ കക്ഷത്തിലുള്ളത് വീഴാതെ ഉത്തരത്തിലുള്ളത് എടുക്കാൻ നിൽക്കുന്ന ആളുകളെ നിങ്ങൾ മനസ്സിലാക്കുക. അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മൗലൂദ് പാരായണം അല്ലെങ്കിൽ നബിദിനാഘോഷം, അത് മാത്രമല്ല, അവർക്ക് മൊത്തത്തിൽ മൗലൂദ് മക്കാണ്. അതാണ് ഈ സഹോദരൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നബിദിന ആഘോഷം എന്നുള്ളത് അല്ല, അദ്ദേഹത്തിൻ്റെ വായിലത് വന്നില്ല. എന്താണ് അവരുടെ ആവശ്യത്തിന് 365 ദിവസം ചെല്ലിയും കൊണ്ട് ആളുകളേക്കെന്ന് പണ്ട് ടോർച്ച് ഇങ്ങനെ മുറുക്കുത്തരേ. അപ്പോൾ ടോർച്ചിൻ്റെ പുള്ളി പണ്ട് ഈ പുതിയ കുട്ടികൾക്ക് അത് അറിയില്ല, അൽഫ ജനറേഷന് ചിലപ്പോൾ അത് അറിയില്ല. അവർ ബ്രേക്ക് ലൈറ്റിൻ്റെ ടോർച്ചൊക്കെ അല്ലേ കണ്ടിട്ടുണ്ടാവുക. ആദ്യം പണ്ട് ഈ ചെറിയ ബാറ്ററി ഇട്ടുകൊണ്ട് 2 ഘട്ടം 3 ഘട്ടം എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ തിരിച്ച് പുള്ളി കറക്റ്റ് ചെയ്തും കൊണ്ട് ഇങ്ങനെ വെക്കും. അല്ല, പുള്ളി എങ്ങനെയായാലും കറക്റ്റ് ആവില്ല അത്രേ. അപ്പോൾ എന്താ സംഭവം, അവിടുന്ന് കോഴിക്കറിയും പത്തിരിയും നെയ്ച്ചോറൊക്കെ തിന്ന് പുറത്തിറങ്ങിയിട്ടുണ്ടാവും. ഇഞ്ഞൊലിക്ക് കൈമടക്ക് കിട്ടണം. അന്ന് ചെറിയ കൈമടക്കമുള്ളൂ, ഇന്നൊക്കെ വലിയ വലിയ സംഖ്യകളാണ് കൊടുക്കുന്നിട്ടില്ലേ. അതുകൊണ്ടാണ് ഇന്നിപ്പോൾ ഇതുപോലെയുള്ള ഹൈടെക് വീരന്മാരൊക്കെ വന്നിട്ട് ഇതിനു വേണ്ടിയിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പറഞ്ഞ സഹോദരന്മാരെ, ഇത് കൂടുതൽ പറഞ്ഞു പോകാനൊന്നുമില്ല. ഇതിൽ ഇത്രയേ ഉള്ളൂ. മൗലൂദ് എന്ന് പറയുന്ന സാധനം ഇസ്ലാമിൽ മുൻകഴിഞ്ഞു പോയ പൂർവ്വസൂരികളായ സലഫ് സാലിഹ്യങ്ങൾക്ക് ആർക്കും അറിയില്ല. അതാരെ പറഞ്ഞ്, ഇബ്നു ഹജർ അൽ അസ്കലാനി പറഞ്ഞു എന്ന് ഇവൻ തന്നെ പറഞ്ഞു. ഇനി അത് കഴിഞ്ഞിട്ട് മദ്ഹബിൻ്റെ ഇമാമുമാർ അവരാരെങ്കിലും മൗലൂദിൻ്റെ എന്തെങ്കിലും ഇല്ല. പിന്നെ ഇവിടെ ഇനിയിപ്പോൾ ഒരു ഇബ്നു ഹജർ അൽ അസ്കലാനി, പിന്നെ അവിടുന്ന് ഇങ്ങോട്ട് പോരുന്ന സുബിക്കി, റംലി എന്നും പറഞ്ഞുകൊണ്ടുള്ള കുറച്ച് ആളുകളുണ്ട്. അള്ളാഹ്ക്കും അള്ളാഹിൻ്റെ റസൂലിനും നമ്മെ പഠിപ്പിക്കാൻ ആഗ്രഹമില്ലാത്ത, ഇഷ്ടമില്ലാത്തൊരു കാര്യം, അള്ളാഹിൻ്റെ റസൂൽ സഹാബത്തിന് പറഞ്ഞു കൊടുക്കാത്ത, പഠിപ്പിക്കാത്തൊരു കാര്യം, സഹാബത്ത് എടുക്കാത്ത, താബീങ്ങൾ എടുക്കാത്ത, തബഉ താബീങ്ങൾ എടുക്കാത്ത, മദ്ഹബിൻ്റെ ഇമാമിങ്ങൾ എടുക്കാത്ത, അയിമ്മത്തിൻ്റെ ഉലമാക്കൾ എടുക്കാത്ത ഇബ്നു ഹജർ മാത്രമേ ഇപ്പോൾ ഇസ്ലാമിൻ്റെ ഒരു സ്തൂപായിട്ടുള്ളൂ. ഇബ്നു ഹജറാണോ ഇസ്ലാമിൻ്റെ ഹുജ്ജത്ത് എന്ന് പറയുന്ന, ഹുജ്ജത്തുൽ ഇസ്ലാം എന്നൊക്കെ പറയുന്ന പല ആളുകളും വേറെയുണ്ട്. അപ്പം നമുക്ക് ഇബ്നു ഹജർ എടുത്തുക്കണോ, ഇനി വേറെ ഏതൊക്കെ പറയാനുള്ളൂ നിങ്ങൾക്ക്? അതിപ്പോൾ സഹാബാക്കളിൽ ആരെങ്കിലും ഉണ്ടോ? ഇല്ല. താബീങ്ങളിലോ? ഇല്ല. തബഉ താബീങ്ങളിലോ? ഓലൊന്നും ഞങ്ങൾക്ക് അറിയുന്നല്ല. അതാണ് അവസ്ഥ. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ പറ്റിയത്. ഇനി 4 മദ്ഹബിൻ്റെ ഇമാമിങ്ങൾ ഓലെ ഏകോപിക്കൊന്നും വേണ്ട, ഒരാൾ പറയട്ടെ. നിങ്ങൾ ഇബ്നു ഹജർ അൽ അസ്കലാനിയിലേക്ക് വന്നല്ലോ, അല്ലെങ്കിൽ ഹൈത്തമിയിലേക്ക് വന്നല്ലോ, ഇനി എന്തോട്ടെ ആരെന്നെ പറഞ്ഞാലും
സഹാബക്കൾക്ക്, താബീങ്ങൾക്ക്, തബു താബീങ്ങൾക്ക്, 4 മദ്ഹബിന്റെ ഇമാമിങ്ങൾക്ക് ഇവർക്ക് ആർക്കും അറിയില്ല. പിന്നെ എന്തിനാ തേറ്റിയും കൊണ്ട് നടക്കുന്നത്? പിന്നെ എന്തിനാ ഈ ചപ്പും ചണ്ടിയും ചരക്കും നിങ്ങൾ തലയിലേറ്റിയും കൊണ്ട് നടക്കുന്നത്? ഇത്രയുള്ളൂ ചോദിക്കാനുള്ളത്. ഞാൻ ആര് പറഞ്ഞിട്ടും കാര്യമില്ല. അള്ളാന്റെ റസൂലൊന്നും പറഞ്ഞിട്ടില്ലല്ലോ, ഖുലഫാഉൽ അർബഅ പറഞ്ഞിട്ടില്ലല്ലോ, അശറത്തുൽ മുബശ്ശിരീൻ പറഞ്ഞിട്ടില്ലല്ലോ, ബദ്രിയീൻ പറഞ്ഞിട്ടില്ലല്ലോ, സഹാബാക്കൾ ആരും പറഞ്ഞിട്ടില്ലല്ലോ, താബീങ്ങൾ പറഞ്ഞിട്ടില്ലല്ലോ, തബഉ താബീങ്ങൾ പറഞ്ഞിട്ടില്ലല്ലോ, അയിമത്തിന്റെ ഉലമാക്കൾ, മദ്ഹബിന്റെ ഇമാമികൾ ആരും പറഞ്ഞിട്ടില്ലല്ലോ. ഓലിക്കില്ലാത്തൊരു പ്രവാചക സ്നേഹം ഞങ്ങൾക്കില്ല. ഇല്ലാന്നേ. നിങ്ങളെ പേച്ച സാധനം കൊണ്ടുവണ്ടിക്കോളി. ഓക്കെ, ഇൻഷാ അല്ലാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.